ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. 16 മുതൽ 24 വരെയുള്ള വാക്യത്തിനകത്ത് ധാരാളം കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു പദം നമ്മൾ എടുക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ലക്ഷ്യത്തിൽ എത്തിക്കാൻ എൻ്റെ ദൈവം ഇന്നും വിശ്വസ്തനാണ്. എന്നൂടെ പറയാം, വിളിച്ചിറക്കിയിട്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. നിന്നെ എന്തിന് വിളിച്ചോ അവിടെ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വാസമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു പടി കൂടെ കയറി പറയാം. വഴിമധ്യത്തിൽ നിനക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ പ്രതിബന്ധങ്ങളെ എടുത്തു മാറ്റി യേശു നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കും. ഞങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളുടെ പ്രയർ ലൈഫിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ കർത്താവിൻ്റെ ഒരു കൈയുണ്ട്. കുഞ്ഞെ, എൻ്റെ ചോദ്യം, നീ രാവിലെ ആഹാരം കഴിച്ച്, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച്, രാത്രി ആഹാരം കഴിച്ച് ഉറങ്ങുന്ന ഒരു കേവല മനുഷ്യനാകാതെ നിന്നെ നടത്തുന്നൊരു കരമുണ്ടെന്ന് നീ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങാം. ബൈബിൾ പറയാം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ കൈകളിൽ നിന്നെ വഹിക്കും. വിശ്വാസമുണ്ട് ആമീൻ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. നീ ഒറ്റയ്ക്കല്ല, നീ ഒരാളുടെ സൂക്ഷിപ്പിനകത്താണ്. അത് വിശ്വസിക്കുന്നവരെ ആമീൻ പറഞ്ഞാട്ട്. ഞാൻ വാക്യത്തിലേക്ക് വരുന്നു. കർത്താവിന് സ്തോത്രം. ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം, ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, വചനത്തെ അനുസരിക്കുക.
ദൈവത്തെ അനുസരിക്കുക, ദൈവാത്മാവിൻ്റെ സന്ദേശങ്ങളെ അനുസരിക്കുക. എപ്പോഴും ഓർക്കണം, റോഡുകളിൽ വളവുകൾ ഉള്ളിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക അപകട വളവുകൾ എന്ന് പറഞ്ഞാൽ നീ അപകടത്തിൽ പെടുമെന്നല്ല, നീ സൂക്ഷിക്കേണ്ട മേഖലയാണ്. ആത്മാവിൻ്റെ പ്രത്യേകത, നിന്റെ ഓരോ മൂമെന്റ്സിനകത്തും നിനക്ക് വേണ്ട ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് ദൈവം തന്നുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചെയ്യരുതെന്ന് ദൈവാത്മാവ് വിലക്കുന്നിടത്ത് ചെയ്യാതിരിക്കുക. മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് പറയുന്നിടത്ത് മുന്നോട്ട് പോകുക. എന്തോ ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ആര് പ്രസംഗിച്ചാലും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വചനത്തെ ഒരാളെ ഏറ്റെടുക്കുന്ന പോലെയാണ് ആ വ്യക്തിയുടെ വിടുതൽ. ബൈബിൾ പറയുക, കേട്ട വചനം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കണം. അത് പരിണമിക്കുമ്പോഴാ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. ഏത് രോഗവും സൗഖ്യമാവും. അത് വരുന്ന പ്രസംഗകന്റെ ശക്തിയല്ല, ആ വ്യക്തി ആ വചനത്തെ റിസീവ് ചെയ്യുമ്പോൾ ആ സൗഖ്യം ഉണ്ടാവും. ആരും നിന്നെ തൊടാതെ ഇന്ന് നിന്നെ സൗഖ്യമാക്കട്ടെ. ഒറ്റ കാര്യം വിശ്വസിക്ക്, ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. എന്താണ് ആത്മാവിൻ്റെ ശബ്ദം? ജീസസ് ശ്രദ്ധിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം ജീസസ് 2-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. യെരുശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ശിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധ ആത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ശിമയോനെ കുറിച്ച് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കാണുന്നത് വരെ നീ മരിക്കത്തില്ലെന്ന് ശിമയോന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായി. ആമേൻ. ശിമയോൻ കാത്തിരിക്കുക, യേശു ക്രിസ്തുവിനെ കാണാതെ ഞാൻ മരിക്കത്തില്ല. ഇന്ന് പകലിന് സന്ദേശം പറയാം, ദൈവം പറയുന്ന ഒരു വാക്കിന് പോലും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനത്തിന് ഒരു മാറ്റവും വരത്തില്ല. ഇന്ന് പകൽ പറയുന്ന വചനം അതുപോലെ സംഭവിക്കും. ഒരൊറ്റ ചോദ്യം, വചനം മുറുകെ പിടിക്കാൻ നീ തയ്യാറാണോ? വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നീ തയ്യാറാണോ? ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തിൽ നിന്നൊരു അനുഭവം പറയാം. എപ്പോഴൊക്കെ ഒരു വചനത്തെ കയറി മുറുക്കെ പിടിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആ വചനം ഒരത്ഭുതം കൊണ്ട് തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ആമീൻ. ശ്രദ്ധിക്കണം, ഇന്നിവിടെ പ്രസംഗിക്കുന്നതിനകത്തും ഒരു വചനം ഉള്ളത്തോടെ ഇടപെട്ടാൽ, ഇന്ന് രാത്രി ഡിന്നർ കഴിച്ചുറങ്ങിയാലും ഈ വചനം അകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കാരണം ആ വചനം ഒരനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നിടം വരെ നിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊക്കെ ഒരു മാസമൊക്കെ ഒരു വചനം അകത്ത് കടന്ന് തീയത്ത് വെച്ച വെള്ളം തിളയ്ക്കുന്ന പോലെ തിളച്ചിട്ടുണ്ട്. എന്താ കർത്താവേ ഈ വചനം മൈൻഡിൽ നിന്ന് പോകാത്തെ? എന്താ ഈ വചനം ഹൃദയത്തിൽ നിന്ന് പോകാത്തെ? അടുത്ത ദിവസങ്ങളിൽ ഈ വചനത്തിൻ്റെ നിവർത്തി കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഭാഗ്യമൊരുക്കി തരാറുണ്ട്. ഇന്ന് പകലും നീ വിശ്വസിച്ചാലൊരു ദൂത് പറയാം, പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവ് ഇതിനകത്ത് ശക്തനാ. നീ പറയുന്ന വചനം നിന്റെ വീട്ടിൽ സംഭവിക്കും. നീ പറയുന്ന വചനം നിന്റെ വീടിനകത്തു സംഭവിക്കും. നീ പറയുന്ന വചനം നിന്റെ ബിസിനസ്സിനകത്ത് നടക്കും. നീ പറയുന്ന വചനം നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, കർത്താവ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കണം. രാവിലെ കാപ്പി കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ട്, ബൈബിൾ വായിക്കുന്ന ശീലം ഇല്ല. ദണ്ഡം വേണ്ടുന്നില്ല. ഹല്ലേലൂയ. രാവിലെ ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന അച്ചായന്മാരുണ്ട്. പക്ഷേ രാവിലെ ബൈബിൾ വായിക്കുന്ന അച്ചായന്മാർ എത്ര പേരുണ്ട്? ശ്രദ്ധിക്കണമേ. ബൈബിൾ കാണാനല്ല കേൾക്കാനല്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ബൈബിളിൽ ഒരു മുത്തം കൊടുക്കുമെന്ന്. നിന്റെ മുത്തം ബൈബിളിൽ വേണ്ട, നീ വായിച്ചാൽ മതി.
കാരണം ഇത് വായിച്ച് ഹൃദയസ്ഥമായാൽ ബൈബിൾ പറയുന്നു, എൻ്റെ വചനം നിന്റെ കാലിന് ദീപം, നിന്റെ പാതയ്ക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇരുട്ടിനകത്തൂടെ നിനക്ക് ഈ വചനം റിസീവ് ചെയ്തുകൊണ്ട് നടക്കാം. ഈ വചനം ചെല്ലുമ്പോൾ ഇരുട്ട് മാറി അവിടെ പ്രകാശം വെളിപ്പെടും. ദൈവവചനം മുറുകെ പിടിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഏതു ശപിക്കപ്പെട്ട കുടുംബത്തിനകത്തും അനുഗ്രഹം വെളിപ്പെടാൻ ഒരൊറ്റ വഴി, വചനത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. വചനത്തെ മുറുകെ പിടിക്കുക. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കർത്താവിന് സ്തോത്രം, ക്യാൻസർ പിടിച്ചിട്ട് 4th സ്റ്റേജിലായ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് വളരെ പരിചയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, ജീസസ്, യാതൊരു മരുന്നുകളും നിന്റെ ശരീരത്തെ എഫക്റ്റ് ആകത്തില്ല, നീ മരിക്കാൻ പോവുക. പക്ഷേ ഒരു രാത്രി ദൈവത്തിന് സ്തോത്രം, TV പ്രോഗ്രാമിനകത്ത് കേട്ട ഒരു വചനം അവൻ്റെ അകത്ത് ചലനമുണ്ടാക്കി. അവൻ ശരീരത്തോട് പറഞ്ഞു, സ്തോത്രം, മരുന്ന് ഏക്കാത്ത ശരീരത്ത് ഈ വചനം ഫലിക്കട്ടെ. ഓരോ ദിവസം പറയാൻ തുടങ്ങി, ഓരോ ആഴ്ചയും പറയാൻ തുടങ്ങി. ഇന്ന് അവന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പിന്നെ അവൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ 2.5 കൊല്ലമായി ഒരു ആരോഗ്യക്കുറവും ഇല്ലാതെ അവൻ ആരോഗ്യത്തോടെ നടക്കുന്നു. ഞാൻ എന്തിനാ ഇത് 1000 അനുഭവം നിങ്ങളോട് പറയാം. ഡോക്ടേഴ്സ് 4 ദിവസം കഴിഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞവർ വചനം പിടിച്ച് 20 കൊല്ലമായിട്ട് മരിക്കാതെ ജീവിക്കുന്നവരെ എനിക്കറിയാം. ഞാനൊരു സത്യം നിന്നോട് പറയാം, നിന്റെ ആരോഗ്യത്തിന് വചനം ഒരു അനുഗ്രഹമാണ്, നിന്റെ ആയുസ്സിന് വചനം ഒരു അനുഗ്രഹമാണ്, നിന്റെ കുടുംബത്തിന് വചനം ഒരു അനുഗ്രഹമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, പരിശുദ്ധാത്മാവിനാൽ ദൂതുണ്ടായി. ദൂത് എന്താന്ന് കേട്ടോണം. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ കാണാതെ എത്ര പ്രായമായാലും നീ മരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണം, നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ള ചെറുതോ വലുതോമായ ഒരു സന്ദേശങ്ങളും നിങ്ങൾ കൈവിട്ട് കളയരുത്. ജീസസ്, നിവർത്തിക്കേണ്ട സമയത്ത് എൻ്റെ ദൈവം നിവർത്തിച്ചിരിക്കും. അത് വിശ്വാസമുള്ള രാമയും പറഞ്ഞാട്ട്, പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചിരിക്കും. അരുളി ചെയ്തത് ദൈവമാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചിരിക്കും. ഞാൻ പറയാറുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന പോലെ ആ കാര്യങ്ങൾ നടക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ട്. ഒരിക്കലൊരു കൊച്ചു സഭയുടെ പാസ്റ്റർ സഭയിലെ വിശ്വാസികളെല്ലാം പറഞ്ഞു, നമ്മളൊരു ഭയങ്കര കൺവെൻഷൻ വെക്കാൻ പോവാ. പക്ഷെ അവരുടെ സഭയിൽ 16 പേരോ 17 പേരോ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ശരി. പാസ്റ്റർ പറഞ്ഞു, ഹോളിലല്ല, ഒരു പന്തലിട്ട് യോഗം വെക്കാൻ പോവാ. 3 ദിവസത്തെ കൺവെൻഷൻ ഇല്ല, ഒറ്റ ദിവസത്തെ കൺവെൻഷൻ, പന്തലിട്ട് വെക്കാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം സഭയുടെ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് ഒരു 25 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ കെട്ടണം. പാസ്റ്റർ പറഞ്ഞു, നോ, 2000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ കെട്ടണം. സെക്രട്ടറി ചോദിച്ചു, ബ്രദർ, 2000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിനകത്ത് 18 പേരിരുന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് പന്തൽ കെട്ടാം, ആത്മാക്കളെ തരുന്നവൻ ദൈവമില്ലയോ? പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കൺവെൻഷൻ രാത്രി 7 മണിക്കല്ല, കൺവെൻഷൻ വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെയാ. വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെയാ. ശ്രദ്ധിച്ച് കേൾക്കണം. ജീസസ് ഭയങ്കര പന്തൽ കെട്ടി, നോട്ടീസെല്ലാം അടിച്ചു, ഭയങ്കര യോഗം, 1 ഡേ പ്രോഗ്രാമാണ്. സ്തോത്രം. വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ പിടിപ്പിച്ചു, മ്യൂസിക് ടീം എല്ലാം പറഞ്ഞു. 3 മണി ആയപ്പോഴേ സ്തോത്രവും പാട്ടും തുടങ്ങി. പാട്ട് തുടങ്ങിയപ്പോഴേ കാർമേഘമല്ല ഉരുണ്ടുകൂടി മഴ പെയ്യാൻ പോവുക. ജീസസ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. പാസ്റ്റർ പറയുന്നു, നോക്കിയപ്പം 13 പേരുണ്ട് ടെൻറ്റിനകത്ത്. സഭയിലെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കാരെ കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് 13 പേരേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കി പറയാം. പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വേഗത്തിൽ ടെന്റ് നിറയാൻ പോവുക. ജീസസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് വരുന്നു. ഒരു പാർട്ടി നയിക്കുന്ന വലിയ ഘോഷയാത്ര, പാർട്ടിയുടെ ജാഥ ഇതിന്റെ മുമ്പിൽ കൂടെ വരിക. ജാഥ മുന്നോട്ട് വന്നപ്പോൾ ഇടിച്ചു കുത്തി മഴ പെയ്യാൻ തുടങ്ങി. 14,000 പേരുള്ള ജാഥയാ. ജാഥക്കാർക്ക് കയറാൻ അവിടെ കടയില്ല, മുഴുവനും കൂടെ ചാടി പന്തലിൽ കയറി.
2 മണിക്കൂർ ഇടിവെട്ടുന്ന മഴ, ഈ 2 മണിക്കൂർ പാസ്റ്റർ ഇടിവെട്ടുന്ന പ്രസംഗം. ഞാനൊരു സത്യം നിന്നോട് പറയാം, നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും. നിനക്ക് വിശ്വാസമുണ്ടോ ചെയ്യാൻ ദൈവം തയ്യാറാ. നിനക്ക് വിശ്വാസമുണ്ടോ അത് പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്ത്, അന്നോ പ്രസംഗത്തിനകത്തൊന്നും ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പ്രസംഗിച്ചിങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ആ ട്രെയിനിന് പോകാൻ വേണ്ടി ടിക്കറ്റ് എല്ലാം ഉണ്ട്. ഓടി സ്റ്റേഷനിലെത്തിയിട്ട് ജീസസ് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു, സ്റ്റേഷൻ മാസ്റ്റർ ആ ട്രെയിൻ എപ്പോഴാ പോകുന്നത്? സ്റ്റേഷൻ മാസ്റ്റർ നോക്കി ചിരിച്ചു. എന്നാ, ആ ട്രെയിൻ പോയിട്ട് 30 മിനിറ്റ് ആയി. അയ്യോ, അദ്ദേഹത്തിന് ആ ട്രെയിനിൽ പോയാലേ പറ്റൂ. അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന കഥയല്ല, അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്താ. സ്തോത്രം. അദ്ദേഹം അവിടെ നിന്നോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പോയ ട്രെയിൻ തിരിച്ചു വരട്ടെ. ബുദ്ധിയുള്ളവർ പറയും, എടാ പോയ ട്രെയിൻ തിരിച്ചു വരുമോ? വിശ്വാസമുള്ളവൻ പറഞ്ഞ തിരിച്ചു വരും. അദ്ദേഹം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ട്രെയിൻ തിരിച്ചു വരട്ടെ, ട്രെയിൻ തിരിച്ചു വരട്ടെ. അദ്ദേഹം എന്നെ പൊട്ടനെ പോലെ പറയുക. സ്റ്റേഷൻ മാസ്റ്റർ ചിരിക്കുക. ഒരു ഉപദേശം നടന്നുകൊണ്ട് പറയുക, ട്രെയിൻ തിരിച്ചു വരട്ടെ. ഇച്ചിരി കഴിഞ്ഞപ്പം ഒരു ട്രെയിൻ റിവേഴ്സ് വരുന്നു. പോയ ട്രെയിനിന്റെ പാളത്തിൽ തകരാറ്. അടുത്ത പാളം മാറി ഓടാൻ ട്രെയിൻ സ്റ്റേഷൻ വരെ റിവേഴ്സ് വരുക. റിവേഴ്സ് വന്നു. PG അങ്കിൾ ചാടി അതിനകത്ത് കയറി ആ ട്രെയിനെ യാത്ര ചെയ്തു. കുഞ്ഞെ, വിശ്വാസമുണ്ടെങ്കിൽ കൈവിട്ടു പോയ നന്മ നീ വിളിച്ചു പറഞ്ഞ തിരിച്ചു വരും. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഞാനൊരു കഥ പറയുക അല്ല, ഒരു അനുഭവം പറയുക. ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് എന്ത് റിസീവ് ചെയ്യാനും നമുക്ക് വേണ്ടത് ഫെയ്ത്താ, വിശ്വാസം. ഒരാമയും പറഞ്ഞാട്ടെ. വിശ്വാസമുള്ളവന് തോൽവിയില്ല. വിശ്വാസമുള്ളവൻ നിരാശപ്പെടത്തില്ല. വിശ്വാസമുള്ളവൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന്റെ മേൽ ആ പ്രവൃത്തി നടക്കാൻ പോകുകയാ. ശ്രദ്ധിച്ചു കേൾക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഏത് പ്രശ്നം മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയണം, വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിച്ചിരിക്കും. വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിച്ചിരിക്കും. വിശ്വാസത്താൽ ആ അത്ഭുതം ഞാൻ കണ്ടിരിക്കും. വിശ്വാസത്താൽ ആ വിടുതൽ ഞാൻ പ്രാപിച്ചിരിക്കും. വിശ്വാസത്താൽ ആ അനുഗ്രഹം ഞാൻ ഏറ്റെടുത്തിരിക്കും. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറയാം, പ്രസംഗം മാറി വിശ്വാസമായി പോകുന്നതിൽ ക്ഷമിക്കണം. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ചിലർ വിശ്വസിച്ചാൽ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം കാണാൻ പറ്റും. നീ നിന്റെ വീടിനെ നോക്കി വിശ്വസിക്ക്, ആ വീടിന്റെ സ്ഥിതി മാറാൻ പോവുക. നിന്റെ ജോലിയെ നോക്കി വിശ്വസിക്ക്, ആ ജോലി വെളിപ്പെടാൻ പോകുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു ടെസ്റ്റിമണി പറയാമേ. ഞാനൊരു രാജ്യത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നു. ചെന്നപ്പം +2 പാസ്സായ ഒരു കൊച്ചൻ, അവൻ്റെ വീടിനകത്ത് ചെന്നപ്പം മുഴുവൻ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചേക്കാം. ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ, പുതിയ ഫ്ലൈറ്റ് ഏതിറങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അവരുടെ വീട് മുഴുവൻ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോയാണ്. അവൻ എന്നെ വിളിച്ച് അവൻ്റെ ബെഡ്റൂമിൽ കൊണ്ട്, അത് അതിനെക്കാട്ടി മനോഹരം, ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ വലിയതാക്കി ഒട്ടിച്ചേക്കാം, ഫുൾ ഭിത്തി. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ മോനെ? ഞാൻ പൈലറ്റ് ആകാൻ പോവാ, ഞാൻ ഫ്ലൈറ്റ് ഓടിക്കാൻ പോവാ. ഗ്ലോറി. അമ്മ വന്നേച്ച എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇവൻ വിശ്വാസം പറയുക, ഇവൻ്റെ അപ്പൻ സെക്യൂരിറ്റിയാ, ആകെ കഴിയുന്നത് കുപ്പൂസും വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലും ഒരു ചിക്കൻ വാങ്ങിക്കാനുള്ള പൈസയാ. ഈ ബിൽഡിംഗ് ഓണർ നല്ലവനായോണ്ട് ഫ്രീ ആയിട്ട് ഈ വീട് തന്നേക്കുക, വിസയും ഒക്കെ ഫ്രീയാ. ഇവന് പഠിത്തവും ആ അറബിയുടെ ഒരു സ്കൂളാ, പാർട്ട്ണറാ, അതുകൊണ്ട് ഫ്രീ ആക്കി തന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ജോസഫ്. എന്നിട്ട് അമ്മ പറയാ, അർഹിക്കുന്നത് ചോദിക്കാവോ? ഞാൻ പറയാം, മോൻ്റെ വിശ്വാസത്തെ കെടുത്തണ്ട. ജീസസ്. അവൻ എന്ന് ഫ്ലൈറ്റൊക്കെ വെച്ച് പ്രാർത്ഥിക്കും, ഞാൻ ഈ ഫ്ലൈറ്റ് ഓടിക്കും, ഞാൻ ഈ ഫ്ലൈറ്റ് ഓടിക്കും. ഒരു ദിവസം അവന്, കർത്താവിന് സ്തോത്രം, നെറ്റിനകത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യുക. ജീസസ്. ദൈവോത്രം. ഇവന് ഈ ഫ്ലൈറ്റിൻ്റെ സെക്ഷൻ എവിടെ ഉണ്ടോ അവിടവുമായിട്ടാണ് ഇവൻ്റെ കണക്ഷൻ. പൈലറ്റുമാരുമായിട്ട് ചാറ്റ് ചെയ്യുക. സ്തോത്രം. ഫ്ലൈറ്റ് കമ്പനികളുമായിട്ട് ഭയങ്കര പരിപാടിയാണ് ഇവന്. ജീസസ്. ഒരു ദിവസം ജീസസ് ഇവൻ ചാറ്റ് ചെയ്യുമ്പോൾ ഇവൻ്റെ എതിർ സൈഡിൽ ഒരു സായിപ്പ് വന്നു. ജീസസ്. സായിപ്പ് വന്നിട്ട് ഇവൻ ഫ്ലൈറ്റിനെ കുറിച്ച് ഇവൻ്റെ അറിവല്ല സായിപ്പിന് കുത്തിവെക്കുക. സായിപ്പിന് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
സായിപ്പ് ചോദിച്ചു, നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഞാൻ പൈലറ്റ് ആകാൻ പോവാ, ഞാനത് പഠിക്കാൻ പോവാ. ജീസസ്. സായിപ്പിന് ഇഷ്ടപ്പെട്ടു. ജീസസ്. അമ്മി ചുരുക്കി പറയാം, സായിപ്പ് ഇവനെ ഫോണിൽ വിളിച്ചു. സായിപ്പ് ഫോണിൽ വിളിച്ചെന്ന് അമ്മി സംസാരിക്കുന്ന സംസാരം മുറിയപ്പോൾ അമ്മ വന്ന് ഫോൺ വാങ്ങിച്ചു. ഫോൺ വന്ന് സായിപ്പിനോട് സോറി പറഞ്ഞു. ഇവനിങ്ങനെ പറയുക, ഇവന് ഫ്ലൈറ്റ് ഒന്നും ഓടിക്കാൻ പഠിപ്പിക്കാൻ വിടാൻ പറ്റത്തില്ല. കാരണം ഇവൻ്റെ അപ്പനൊരു സെക്യൂരിറ്റിയാ. ജീസസ്. ഇവൻ്റെ ദൈവത്തിന് സ്തോത്രം. അമ്മി ഇവൻ +2 പഠിക്കുക. ഇവൻ്റെ ഫീസ് പോലും വേറെ ഔദാര്യത്തിലാണ് കഴിയുന്നേ. ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, അമ്മ നിങ്ങളുടെ ടെൻഷൻ എടുക്കണ്ട, അവനെ പൈലറ്റാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി അടുത്ത കേട്ടു, സായിപ്പിന്റെ അടുത്ത ഭാഗം. സായിപ്പ് ആരാ? 10-60 ഫ്ലൈറ്റ് സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സായിപ്പ് അവനെ ടേക്ക് കെയർ ചെയ്തു. ചുരുക്കി പറയാ ദൈവത്തിന് സ്തോത്രം, അവൻ ഇന്ന് പൈലറ്റാ. അമ്മി ആ സായിപ്പിന്റെ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റാ. എന്താ? ഒരു ഫോട്ടോയെ നോക്കി വിശ്വാസം പറഞ്ഞതാ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നീ വിശ്വസിക്കുന്നത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നത് സംഭവിക്കും. ഒന്ന് മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ, നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, അത് സൗഖ്യമാകുമെന്ന് നീ വിശ്വസിക്കുക. നീ ഒന്ന് സന്തോഷിച്ചു പറ, എല്ലാം നടക്കുമെന്ന് പറ. ജീസസ്. 1 കോടി കടമുള്ള ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, ബ്രദറെ കടം വീട്ടാൻ വല്ല വഴിയുണ്ടോ? പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് വഴിയില്ലാത്ത. ദൈവത്തിൻ്റെ 1000 വഴിയുണ്ട്. നീ ഒന്നും ടെൻഷൻ എടുക്കണ്ട. അമ്മി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. അവൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. ഇവിടെ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, യേശുക്രിസ്തുവിനെ കാണുവോളം നീ മരിക്കത്തില്ല. ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, ദൈവം പറയുന്ന വാക്കിന് ഒരു മാറ്റവും ഇല്ല. ദൈവം പറയുന്നത് അതുപോലെ സംഭവിക്കും. യേശു ഇവനെ തൊടാൻ പോവാ. ജീസസ്. ദൈവത്തിന്റെ ശക്തി. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴുത്തിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇദ്ദേഹത്തിന്റെ കൈ രണ്ടും ഒരേപോലെ പൊക്കാവുന്നത്രയും പൊക്കി പിടിച്ചേക്കുക. ഇപ്പോൾ ഈ കൈ തമ്മിൽ 2 ഇഞ്ചോളം നീള വ്യത്യാസം ഉണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ രോഗം. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജീസസ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ സമയം ഈ കൈ മേപ്പോട്ട് പൊങ്ങി മറ്റേ കൈക്കൊപ്പമാകും. ആയാൽ ഇദ്ദേഹം സൗഖ്യമാകും. ജീസസ്. ദൈവത്തിന്റെ ശക്തി ഈ കൈമേൽ വരട്ടെ, വരട്ടെ. ഈ കൈ മേപ്പോട്ട് വളരട്ടെ. അങ്ങനെ തന്നെ പിടിച്ചോ. യെസ്. പവർ. ഇവന്റെ പെഡൽ. യെസ്. ഇനിയൊന്ന് കൈ താത്തിട്ടെ. ഇനി ആ കൈ താത്തിട്ടെ. ഇനിയും മറ്റേ കൈ പൊക്കിക്കേ. താത്തേ, പൊക്കിക്കേ, താത്തേ. ഇപ്പം നിങ്ങൾ പറഞ്ഞ വേദന ഉണ്ടോ? ഇല്ല. എത്ര വർഷം കൊണ്ട് ഈ വേദന ഉണ്ടായിരുന്നു? 17 വർഷമായി. 17 വർഷം കൊണ്ട്. ഇനി സ്റ്റേജിൽ കയറി വന്നേ. എത്ര വർഷം കൊണ്ട് ഈ വേദന ഉണ്ടായിരുന്നു? 17 വർഷമായി. 17 വർഷം കൊണ്ടുണ്ടായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. ആമീൻ. ഇപ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ കൈയൊന്ന് പൊക്കി കാണിച്ച്. ഇപ്പൊ വേദന ഉണ്ടോ? ഇപ്പോഴില്ല. നേരത്തെ ഈ കൈ പൊക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പറ്റും, പക്ഷെ എന്നാലും ഇത്ര പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ 17 വർഷം കൊണ്ട് നടക്കാത്ത വിടുതൽ 17 സെക്കൻഡ് കൊണ്ട് യേശു ചെയ്തു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും
എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.